അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കൊക്കെ സുഖമെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിലും ഉണ്ട് ഒരുപാട് ഭർത്താക്കന്മാർ. എൻ്റെ വീഡിയോസും കാണുന്നുണ്ടാവും ഒരുപാട് ഭർത്താക്കന്മാർ. പല ഭർത്താക്കന്മാരുടെയും ഒരു ചിന്തയുണ്ട്, അവരുടെ ഭാര്യമാർ അവരുടെ അടിമയാണ്, അവരുടെ പൊരുത്തം മാത്രം കിട്ടിയാൽ മതി ഭാര്യയ്ക്ക്. നേരെ മറിച്ച് ഭാര്യയുടെ പൊരുത്തം അവർക്ക് കിട്ടണ്ട എന്നൊരു ചിന്ത. പല ഭർത്താക്കന്മാരും പല ഡയലോഗുകളും പറയുന്നത് കേൾക്കാം, നീ എങ്ങനെയാടി സ്വർഗത്തിൽ പോവുക എൻ്റെ പൊരുത്തമില്ലാതെ എന്ന്. ഭർത്താവ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ പൊരുത്തം കിട്ടണമെങ്കിൽ, ഭർത്താവിന് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഭാര്യയുടെ പൊരുത്തവും കിട്ടണം, തൃപ്തിയും കിട്ടണം. ചിലരൊക്കെ ഭാര്യയെ ഒരടിമ സ്ത്രീയായിട്ട് കാണുന്നവരുണ്ട്. ഇപ്പോഴും ഈ സമൂഹത്തിൽ അതുപോലെയുള്ള ആൾക്കാരുണ്ട്. ഭാര്യ വീട്ടിൽ ജോലി ചെയ്യാൻ മാത്രമുള്ളവളായിട്ട്, അടുക്കളയിൽ ജോലി ചെയ്യാൻ മാത്രമുള്ളവളായിട്ട്, എന്തെങ്കിലും സാധനം കൊണ്ടു കൊടുത്താൽ ഭക്ഷണം ഉണ്ടാക്കി തരാൻ ഉള്ളവൾ മാത്രമായിട്ട് കാണുന്നവരുണ്ട്. നിങ്ങളുടെ ഒന്നും അടിമ സ്ത്രീയല്ല നിങ്ങളുടെ ഭാര്യമാരെ നമ്മൾ സ്നേഹിക്കണം, ബഹുമാനിക്കണം. അവർ നമ്മുടെ കുട്ടികളുടെ അമ്മയാണ്, ഉമ്മയാണ്, അതുപോലെ നമ്മുടെ ഭാര്യയാണ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും നിറവേറ്റി തരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഭാര്യമാരെ നിങ്ങളെല്ലാവരും ബഹുമാനിക്കണം. നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ചരിത്രവും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയോട് പെരുമാറിയതും അതുപോലെ ഖദീജ ബീവി നബിയോട് പെരുമാറിയതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എത്ര സുന്ദരമാണ് കേൾക്കാൻ. ആ ഒരു ജീവിതചര്യ നമ്മുടെ ജീവിതത്തിലും നമ്മൾ പറ്റണം, നമ്മൾ അതുപോലെ ജീവിക്കാൻ ശ്രമിക്കണം. ഭർത്താക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അടിമ സ്ത്രീയല്ല നിങ്ങളുടെ ഓരോ ഭാര്യയും. അവർക്കും ഓരോ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാവും. അതൊക്കെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഭാര്യയായത്. അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിറവേറ്റി കൊടുക്കുകയും അവരെ മനസ്സിലാക്കി അവരെ സ്നേഹിക്കുകയും ചെയ്യുക. മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, സ്വന്തം ഭാര്യയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്താൽ അത് നിങ്ങൾക്ക് വളരെ പുണ്യം കിട്ടും, ഒരുപാട് കൂലി കിട്ടും. നിങ്ങളിൽ ആരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്? ഭാര്യമാരുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കുകയല്ലാതെ ഒരു ദിവസം അവൾക്ക് വെള്ളം കൊടുക്കുകയോ അല്ലെ നീ കുടിച്ചോ എന്ന് ചോദിക്കുന്നവർ എത്ര പേരുണ്ട്? ഭാര്യമാർക്ക് സ്വർഗത്തിൽ കടക്കണമെങ്കിൽ ഭർത്താവിൻ്റെ തൃപ്തിയും അതുപോലെ ഭർത്താവിൻ്റെ പൊരുത്തവും കിട്ടണമെങ്കിൽ അതുപോലെ തന്നെയാണ് ഭർത്താവിനും ഭാര്യയുടെ പൊരുത്തം ആവശ്യമുണ്ട്. നാട്ടുകാരുടെ മുന്നിൽ നല്ല സ്വഭാവവും നല്ല മാന്യനുമായിരിക്കും, നല്ല തമാശ പറയും, ചിരിക്കും. എന്നാൽ വീട്ടിലെത്തിയാൽ ഭാര്യയോട് ഗൗരവവും ഭാര്യയുടെ സ്നേഹം കാണിക്കില്ല. ഇങ്ങനെ നിൽക്കുന്ന ഭർത്താവിന് എങ്ങനെ കിട്ടാനാണ് ഭാര്യയുടെ പൊരുത്തം, തൃപ്തി? നിങ്ങൾക്കും അത് ആവശ്യമാണ്. ഭാര്യയെ സന്തോഷിപ്പിക്കുക. നിങ്ങൾ നിങ്ങളുടെ കൈ കൊണ്ട് സ്നേഹത്തോടെ ഭാര്യയുടെ കൈ ഒന്ന് കൂട്ടിപ്പിടിച്ചാൽ, അല്ലെ അവളുടെ മുഖത്തേക്കൊന്ന് സ്നേഹത്തോടെ നോക്കിയാൽ നിങ്ങളുടെ തെറ്റുകളും പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരും. ആ കൈ കൊണ്ട് ചെയ്തു പോയ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരും. ഭാര്യമാർക്ക് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ ഭാര്യ നിങ്ങളോടല്ലാതെ മറ്റാരോടും പരിഭവം പറയാൻ അവൾക്കാവില്ല. അതുകൊണ്ട് തന്നെ അവൾ പറയുന്നത് ഒരു സമയം കണ്ടെത്തിയിട്ട് അവൾ പറയുന്നത് കേൾക്കാനും അവളോട് സമയം ചെലവഴിക്കാനും നിങ്ങളൊരു സമയം കണ്ടെത്തണം. എന്നാലേ നിങ്ങളുടെ ജീവിതം സക്സസ് ആവുകയുള്ളൂ. അവളെ മനസ്സറിയാൻ ശ്രമിക്കണം. ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്, ഒരു നല്ല സ്നേഹിക്കുന്ന ഭർത്താവ്, അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അറിയുന്ന ഒരു ഭർത്താവ്, നമ്മളെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഭർത്താവ്. അതുപോലെയുള്ള ഒരു ഭർത്താവിനെയാണ് ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നതും അതുപോലെ ഭർത്താവിനെ കിട്ടുന്നതാണ് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഭാഗ്യവും. ഖദീജ ബീവിയുടെ ജീവിതവും മുത്തുനബിയുടെ ജീവിതവും പാരമ്പര്യമാക്കി എല്ലാവരും ജീവിക്കാൻ ശ്രമിക്കുക. ഭാര്യ ആരുടെയും അടിമയല്ല. ഇത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഭാര്യ നിങ്ങളുടെ ഇണയാണ്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു ഇസ്ലാമിക് ടിപ്സുമായി കാണാം.